ഹായ് ഓൾ. ഇതൾ നല്ല പേരല്ലേ. ഇനി നമുക്ക് കുറച്ച് പുറകിലേക്ക് പോവാം. എൻ്റെ ഫ്രണ്ടും എൻ്റെ കസ്റ്റമറുമായ ശ്രുതിയുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. വീട്ടുപേരാണ് ഇതൾ. അപ്പം ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ ആളെന്നെ ആ ദൗത്യം ഏൽപ്പിച്ചിരുന്നു. ഫാമിലി കോംബോ ചെയ്യണം, നല്ല ഗ്രാൻഡായിട്ട് തന്നെ ചെയ്യണം, എൻ്റെ ഡ്രീം ഡേ ആണ്, എൻ്റെ ബിഗ് ഡേ ആണ്, അപ്പം നീ ഒട്ടും കുറയ്ക്കേണ്ട, ഒന്നും നോക്കണ്ട, അടിച്ച് പൊളിച്ച് തന്നെ ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളർ പർപ്പിൾ വേണമെന്ന് പറഞ്ഞ് ആൾ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാറ്റേണായിട്ട് സെലക്ട് ചെയ്തിരുന്നത് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രൈഡൽ ലെഹങ്കയാണ്. അന്ന് ബ്രൈഡൽ ലെഹങ്ക ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നെറ്റ് ഫാബ്രിക്കിലാണ്. പക്ഷേ നെറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തിരുന്നത് ബദ്രി സിൽക്ക് ഫാബ്രിക്കാണ്. പിന്നെ ഉണ്ടായിരുന്ന മെയിൻ ഡിമാൻഡ്, മുതിർന്ന ആൾക്കാരെല്ലാം എന്തായാലും ഹൗസ് വാമിംഗ് ആകുമ്പോൾ സെറ്റ് സാരി സെറ്റ് മുണ്ടല്ലേ എന്ന് ചോദിക്കും. അപ്പം ഒരു ട്രഡീഷണൽ ടച്ച് ഇതിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പക്ക ട്രഡീഷൻ ആവാനേ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിലേക്ക് ഷോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ടേബിൾ ജോർജറ്റ് വെച്ചിട്ടായിരുന്നു. അതിൽ ഡാർക്കർ ക്രീമും കൂടെ ഡൈ ചെയ്തിട്ട് ഒരു ട്രഡീഷണൽ ടച്ച് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആളെൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കി എല്ലാ കാര്യത്തിനും ഓടി ഓടി വയ്യ, എനിക്കിത് മാത്രം എനിക്ക് വയ്യ ഓടാൻ, അത് കാരണം നീ എല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഹൗസ് വാമിംഗ് ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ ഇവിടെ ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിപ്പോൾ കാണുന്നത് ട്രയലാണ്. ട്രയലും ആക്ച്വലി ഹൗസ് വാമിംഗ് ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ ആയിരുന്നു. അത്രയും നേരത്തെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് വെക്കുന്നത്. ആൾ മനസ്സിൽ കണ്ട കണക്ക് എന്നെ വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ സന്തോഷം മുഖത്ത് കാണാനും ഉണ്ട്. പിന്നെ ചേട്ടനും ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടന് ഇതിനെ മാച്ച് ചെയ്തിട്ട് പർപ്പിൾ ഷെയ്ഡ് എടുത്തിട്ട് ഡൈ ചെയ്ത് പർപ്പിൾ സെറ്റ് ചെയ്തിട്ട് അതിനെ ഇവർക്ക് മാച്ച് ചെയ്തിട്ടൊരു വർക്ക് ചെസ്റ്റ് പോർഷനിലാണ് ചേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചേട്ടനാണെങ്കിൽ ഭയങ്കര സിമ്പിളിൻ്റെ ആളാണ്. അപ്പോൾ ആളിന് ഹെവി ആയോ എന്നൊരു ഡൗട്ട് പറഞ്ഞുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, സിമ്പിളായിട്ട് ഡബിൾ ഷെയ്ഡ് ഡൈ ചെയ്തിട്ട് ഒരു കുർത്തയും കൂടെ ചെയ്ത് വെക്കാം, ആ സമയത്ത് ഏതാണോ കംഫർട്ടബിൾ തോന്നുന്നത് അത് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കമലം സീരീസിൽ മുമ്പ് ഓണത്തിന് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡബിൾ ഷെയ്ഡ് ഡൈ ചെയ്ത് കമലം വെച്ചിട്ടായിരുന്നു ഒരു കുർത്ത ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ശ്രുതിയുടെ ഫൈനൽ ലുക്ക്. ശ്രുതിയുടെ മേക്കപ്പും ഹെയറും എല്ലാം അതുപോലെ തന്നെ മോളുടേതും ഇതിന് മാച്ച് ചെയ്തിട്ടുള്ള രീതിയിലായിരുന്നു. ടോട്ടൽ ലുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഹാപ്പി മോളായിരുന്നു. കാരണം മോൾ എൻ്റെ പുറകെ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു, ആൻറ്റി അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാ, പ്രതിനെ ചെയ്ത് സൂപ്പറാന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് റിവ്യൂ ഇടാനായിട്ട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ വീഡിയോ ഇടണേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും നല്ല ഫ്രണ്ട്ലിയാണ്. ഞങ്ങളുടെ തലയിൽ നല്ല കോപ്പറേറ്റീവായിട്ട് നിൽക്കുന്ന കസ്റ്റമേഴ്സാണ്. കസ്റ്റമറായിട്ടല്ല, നല്ല ഫ്രണ്ട്സാണ് രണ്ടുപേരും. അപ്പോൾ ഇത്രയും വലിയൊരു ദൗത്യം എന്നെ ഏൽപ്പിച്ച് നിന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പം എനിക്ക് തന്നെ എന്തായാലും റിസൾട്ട് അടിപൊളി ആവണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നോർമലി എനിക്ക് എന്ത് ഫംഗ്ഷൻ ആര് വിളിച്ചാലും പോകാൻ ടൈം കിട്ടാറില്ല. ഇത് എന്തായാലും പോകണം, എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് തന്നെ റിസൾട്ട് കാണണം, ബാക്കിയുള്ളവർ നല്ലതാണെന്ന് പറയുന്നത് കേൾക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ടൈം കണ്ടെത്തി എന്തായാലും ഫംഗ്ഷന് പോയി. എല്ലാവരും എന്തായാലും ഹാപ്പി ആയിരുന്നു.